എല്ലാവർക്കും നമസ്കാരം. തലക്കാവേരി യാത്ര കഴിഞ്ഞെത്തി. അപ്പോൾ തലക്കാവേരിയിൽ പോയ ആൾക്കാരുടെയൊക്കെ അനുഭവമുണ്ട്. അത് കുറേ പേര് അനുഭവങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ ഒരുപാട് പേരെ തലക്കാവേരിയോട് പറഞ്ഞയച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ള കുറേ ആൾക്കാർ ഇതുപോലെ വന്നു കഴിയുമ്പോൾ ഹീലിംഗ് സെഷനൊക്കെ കഴിയുമ്പോൾ അവർക്ക് കുറേ മാറ്റങ്ങൾ വരും. പക്ഷെ പൂർണ്ണമായിട്ടൊരു മാറ്റം എല്ലാവർക്കും കിട്ടാറില്ല. അത് പ്രകൃതിയുടെ ഒരു നിശ്ചയമാണ്. ഭാഗികമായിട്ടുള്ളൊരു മാറ്റവും നമുക്ക് കിട്ടുള്ളൂ. പൂർണ്ണമായൊരു മാറ്റമൊന്നും നമുക്കൊരിക്കലും ഒരു ഹീലിംഗ് പരിപാടിയിലും ഒന്നിനും കിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു കർമ്മയുണ്ട്. ഈ കർമ്മമായിട്ടാണ് നമ്മൾ എത്തിയേക്കുന്നത് ഇവിടെ, അല്ലേ? നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് നമ്മൾ ഇത്ര ദുരിതങ്ങൾ പലപ്പോഴും അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ളത്. പക്ഷെ അതിന് പ്രകൃതി തന്നെ ഇവിടെ ഒരുപാട് മാർഗ്ഗങ്ങൾ നമ്മുടെ നാട്ടിൽ ലോകത്ത് പല രീതികളിൽ അമ്പലങ്ങളായിട്ടും പുണ്യ സ്ഥലങ്ങളൊക്കെ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ അതിന് യോഗം ഉള്ളവനെ പോകാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ പുച്ഛിക്കുന്ന ആൾക്കാരുണ്ട്, തർക്കിക്കുന്ന ആൾക്കാരുണ്ട്. ദാറ്റ് മീൻസ് അവന് യോഗമില്ല പോകാനായിട്ട്. പക്ഷേ അത് പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് പറ്റില്ല, പതുക്കെ പറ്റുള്ളൂ. അവർക്ക് അതിനകത്ത് ഷിഫ്റ്റിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. അങ്ങനെ ഷിഫ്റ്റിലേക്ക് വന്നേക്കേണ്ട ആൾ തന്നെയാണ് ഞാനും. എന്നിരുന്നാലും ഈ പോയി വരുന്ന ആളുകൾക്ക് ഉണ്ടാകുന്നൊരു അനുഭവം, അതിനെപ്പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. മിക്കവർക്കും ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് വയറ് സ്റ്റക്കാവുന്നു, വൊമിറ്റിങ്, ലൂസ് മോഷൻ ഒക്കെ ആയിട്ട് കിടന്നുപോയ ആൾക്കാരുണ്ട്. ഒരു 2 ദിവസമൊക്കെ കിടക്കും. ചിലപ്പോൾ അവിടെ നിന്ന് കുളി കഴിഞ്ഞ് ഇറങ്ങി പിറ്റേ ദിവസം തന്നെ തുടങ്ങും പരിപാടി. അപ്പോൾ ഇതെന്തുകൊണ്ടാണെന്നുള്ള സംശയം നിങ്ങൾക്ക് വരും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഭക്ഷണം കഴിച്ചത് ശരിയായിട്ടില്ല, ഹോട്ടലിൽ നിന്ന് കഴിച്ചത് റെഡി ആയില്ല എന്ന്, ഫുഡ് ഇൻഫെക്ഷനാണെന്ന് വിചാരിക്കും. പക്ഷേ ഇത് ഒരാൾക്കല്ല, എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഇതിനെപ്പറ്റി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഷിഫ്റ്റാണ്, എനർജി ഷിഫ്റ്റാണ്. ആ എനർജി ഷിഫ്റ്റ് വരുമ്പോൾ നമ്മുടെ നെഗറ്റീവ് കുറേ അവിടെ റിലീസായി പോകുന്നു. അപ്പോൾ ഇതേപോലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ നമുക്കുണ്ടാവും. ഇങ്ങനെയുള്ള ശാരീരികമായ ബുദ്ധിമുട്ട് 2 ദിവസം ഉണ്ടാവുള്ളൂ. മരുന്നൊന്നും കഴിച്ചില്ലെങ്കിൽ തനിയെ മാറും. നിങ്ങൾ ഉപവാസം ഇരിക്കുക, ഒന്നും കഴിക്കാതെ അവിടെ സ്വസ്ഥമായിട്ട് കുറേശ്ശെ വെള്ളമെല്ലാം കുടിച്ചിരിക്കുക. തനിയെ വിട്ടുമാറി നിങ്ങൾ ഹൈ എനർജിയിലോട്ട് വരും, ഒരു സംശയം വേണ്ട. അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം പോയ ഒരാൾക്കും ഇതുപോലെ തന്നെ വയ്യാണ്ടായി. അതിന് മുമ്പ് പോയ വേറൊരു ആൾക്കാരായിട്ടും വയ്യാണ്ട് ലൂസ് മോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ 2 ദിവസം കിടപ്പിലായി. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് അനുഭവമുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമാണ്. ഭക്ഷണം കഴിച്ചാലുള്ള പ്രശ്നമൊന്നും വിചാരിക്കരുത്. ഇവിടെ മാത്രമല്ല, തലക്കാവേരിയിൽ മാത്രമല്ല, നമ്മൾ എവിടെ പോയാലും, ഏത് സ്ഥലങ്ങളിൽ ഇതുപോലുള്ള പവർഫുള്ളായിട്ടുള്ള സ്ഥലങ്ങളിൽ പോയാലും ഈ ഷിഫ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഇതേപോലുള്ള പ്രയാസങ്ങളുണ്ടാവും. അത് ടെമ്പററി ആണെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. അതിനാണ് ഈ വീഡിയോ. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.